ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യൻ വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റിന് ശേഷം മാർക്കറ്റുകളെല്ലാം ഇടിയുകയുണ്ടായി. US മാർക്കറ്റുകൾ കനത്ത ഇടിവിലേക്കാണ് പോയത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 150 പോയിന്റ്സിലേറെ ഇന്നലെ ഇടിയുകയുണ്ടായി. ഇന്നലെ 2 പ്രധാനപ്പെട്ട ഇവന്റുകളാണ് നടന്നത്. US-ൽ നിന്നും ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നിരിക്കുന്നു. മറ്റൊന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. US-ൽ ഇന്നലെ ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വന്നിരുന്നു. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള കെവിൻ വാർഷാണ് ഇപ്പോൾ പുതിയ ഫെഡറൽ റിസർവ് ചെയർമാൻ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ FOMC മീറ്റിംഗ് നടന്നത്. ഇന്നലെ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. എന്നാൽ 2026 അവസാനത്തോടെ കുറഞ്ഞത് ഒരു പലിശ നിരക്ക് വർധനവ് ഉണ്ടാകും എന്ന് 9 ഫെഡ് ഉദ്യോഗസ്ഥരുടെ പ്രവചനമാണ് നെഗറ്റീവായിട്ട് മാർക്കറ്റിന് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും ഏകദേശം 1% മുകളിൽ ഇടിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഒഴിവാക്കിയത്, ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന ഫെഡിന്റെ നയപ്രസ്താവനയിൽ നിന്ന് ഒഴിവാക്കി. കൂടാതെ പുതിയ ഫെഡ് ചെയർമാൻ കെവിൻ വാർഷ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് മുൻഗണന നൽകുമെന്നും വ്യക്തമാക്കി. ഇനി മുൻപ് നടന്നിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഇത്തവണത്തെ ഫെഡ് മീറ്റിംഗിൽ സംഭവിച്ചത്, ഫെഡ് ചെയർമാൻ വാർഷ് സ്വന്തമായിട്ട് ഒരു ഡോട്ട് പ്ലോട്ട് സമർപ്പിച്ചില്ല. അതായത് പലിശ നിരക്കിൻ്റെ ഒരു പ്രവചനമാണ് ഈ ഡോട്ട് പ്ലോട്ട് എന്ന് പറയുന്നത്. ഭാവിയിലേക്കുള്ള ഒരു പലിശ നിരക്ക് പ്രവചനം അദ്ദേഹം നടത്തിയില്ല. അദ്ദേഹം അതിന് പറയുന്നത് അത് മാർക്കറ്റിനെ മിസ്ലീഡ് ചെയ്യുന്നതായതുകൊണ്ടാണ് അദ്ദേഹം അത് ഒഴിവാക്കുന്നത് എന്നാണ്. ഏതായാലും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. കൂടാതെ CME ഫെഡ് വാച്ച് ടൂളിൻ്റെ അഭിപ്രായ പ്രകാരം സെപ്റ്റംബറിൽ തന്നെ ഒരു പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഇന്നലെ US മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.4% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 0.2% നേട്ടത്തിലും. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 24,080 എന്ന നിലയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 20 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് മാത്രമാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. പ്രധാനപ്പെട്ട ധാരാളം വാർത്തകൾ നോക്കാനുണ്ട്. അതിന് മുന്നേ ആയി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. G7 ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യാപാര കരാറിന്റെ പുരോഗതി വിലയിരുത്തുകയുണ്ടായി. ചർച്ചകൾ വളരെ ഫലപ്രദമാണെന്നും ഇരു രാജ്യങ്ങളും കരാറിലെത്താൻ വളരെ അടുത്താണെന്നും ട്രംപ് വ്യക്തമാക്കി. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീൻ ജൂൺ 23, 24 തീയതികളിൽ ന്യൂഡൽഹി സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരാറിന്റെ ആദ്യഘട്ടത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു കരാർ യാഥാർത്ഥ്യമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു 10 വർഷത്തിന് ശേഷമുള്ള ഒരു കാത്തിരിപ്പിൻ്റെ വാർത്തയിലേക്കാണ് ഇനി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE IPOയ്ക്ക് സെബിക്ക് DRHP സമർപ്പിച്ചു. IPO പൂർണ്ണമായും OFS വഴിയായിരിക്കും. IPO വഴി ഏകദേശം 30,000 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഒരു IPO ആകാനും സാധ്യതയുണ്ട്. ആകെ 14.89 കോടി, അതായത് 148.9 മില്യൺ ഓഹരികൾ നിലവിലെ ഓഹരി ഉടമകളിൽ നിന്ന് വിറ്റഴിക്കും. SBI ആണ് NSEയിൽ ഏറ്റവും വലിയ വിൽപ്പനക്കാരനാകുന്നത്. കൂടാതെ LIC ഈ IPOയിൽ നിന്ന് ഓഹരികൾ വിൽക്കുന്നില്ല. ഏകദേശം ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഈ NSE IPO നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഡിസംബറിന് മുൻപ് തന്നെ ഈ IPO ലിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട IPO കൂടി വരാനുള്ളത് റിലയൻസ് ജിയോ ആണ്. ഈ ആഴ്ച ഏകദേശം 38,000 കോടി രൂപ IPOയ്ക്കായി അപേക്ഷ സമർപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. NSEയുടെ ഭാഗത്ത് നിന്നും വന്നത് ഒരു വലിയ അപ്ഡേറ്റ് തന്നെയായിരുന്നു. ഇനി ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വലിയ നെഗറ്റിവിറ്റി നേരിടുന്ന ഒരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. പ്രത്യേകിച്ചും മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില റിയൽ എസ്റ്റേറ്റ് സെക്ടറുകൾക്ക് ഇത് ഒരു ഭീഷണിയായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം മുംബൈയിൽ ജലക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ പദ്ധതികൾക്ക് വെള്ള വിതരണം നിർത്തുകയുണ്ടായി. ഇത് റിയൽ എസ്റ്റേറ്റ് ഓഹരികൾക്ക് ഒരു തിരിച്ചടിയാണ്. മൺസൂൺ മഴ വൈകിയതിനെ തുടർന്ന് രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ
അതായത് BMC നിർമ്മാണ സൈറ്റുകളിലേക്കുള്ള വെള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന്. ഇതോടുകൂടി ലോധ ഡെവലപ്പേഴ്സ് 3.6%, ഒബ്രോയ് റിയാലിറ്റി 2.8%, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് തുടങ്ങിയവ 1% മുകളിലും ഇടിഞ്ഞു. ഇന്നലെ കൂടുതൽ ഇടിവ് നേരിട്ട 2 കമ്പനികളായിരുന്നു ലോധ ഡെവലപ്പേഴ്സും ഒബ്രോയ് റിയാലിറ്റിയും. കാരണം മുംബൈയിൽ കൂടുതൽ എക്സ്പോഷർ വരുന്ന 2 കമ്പനികൾ ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കമ്പനികൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് കമ്പനികളും ഉണ്ട്, എന്നിരുന്നാലും ഇവർക്കാണ് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സിലേക്കാണ് നോക്കുന്നത്. FOMC റേറ്റ് ഡിസിഷൻ പുറത്തു വന്നിരിക്കുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും പോളിസി ഡിസിഷൻ ഇന്ന് പുറത്തു വരും. കൂടാതെ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OPEC ആഗോളതലത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എണ്ണയുടെ ആവശ്യകതയും ഉൽപ്പാദനവും വിലയും എന്നിവയെക്കുറിച്ചുള്ള തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. മറ്റൊന്ന് IAEA മേധാവിയുടെ വിശദീകരണമാണ്. അടുത്തതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ബന്ധങ്ങൾ, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ തന്ത്രപരമായ വിഷയങ്ങളിൽ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. മറ്റൊരു ഇവൻ്റ് ഇന്ന് നടക്കാനുള്ളത് യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യ സമ്മേളനമാണ് വിവാടെക് 2026. ഇതൊക്കെയാണ് ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ഇവൻറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ ഇറാനെതിരെ വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പ്രാഥമിക ധാരണ മാത്രമാണ്. എനിക്ക് അത് തൃപ്തികരമല്ലെങ്കിൽ, ഇറാൻ ശരിയായി പെരുമാറിയില്ലെങ്കിൽ വീണ്ടും അവരുടെ മേൽ ബോംബാക്രമണം നടത്തും എന്നാണ്. നാളെ ഇറാനുമായി ഒരു കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. അതിന് മുന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം RVNL, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് 967.92 കോടി രൂപയുടെ പുതിയ EPC കരാർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി HFCL ആണ്. RVNL നിന്ന് 2666.09 കോടി രൂപയുടെ ഭാരത് നെറ്റ് ഫേസ് 3 കരാർ കമ്പനിക്ക് ലഭിച്ചു. മറ്റൊന്ന് ബോഷ് ഹോം കംഫർട്ട് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രൊമോട്ടറായ ബോഷ് ഗ്ലോബൽ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് 7.97% ഓഹരികൾ OFS വഴി വിൽക്കും എന്ന് പറയുന്നു. OFS ജൂൺ 18, 19 തീയതികളിലാണ് നടക്കുക. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 1150 രൂപയാണ്. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനി. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ പുതിയ ഹോട്ടൽ ആരംഭിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളുടെ എണ്ണം 23 ആയിട്ടുണ്ട്. മറ്റൊന്ന് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. സരോജ് കുമാർ കുന്തിയ പുതിയ CFO ആയി ചുമതലയേറ്റു. മുൻ CFO മധുസൂദൻ ബജാജ് രാജിവെച്ചു. മറ്റൊരു കമ്പനി ലൂപ്പിനാണ്. അമേരിക്കയിൽ അസ്ലാസ്റ്റൻ മെഡോക്സമിൽ ടാബ്ലറ്റുകൾ ലോഞ്ച് ചെയ്തു. US FDAയിൽ നിന്നും അനുമതി ലഭിച്ചു. 180 ദിവസത്തെ ജനറിക് എക്സ്ക്ലൂസിവിറ്റി ലഭിക്കുന്നതിൽ വരുമാനത്തിന് ഗുണകരമാകും. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യ മാത്രമാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് റീഡിംഗ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, OA അനാലിസിസ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ തൊട്ടുമുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.